നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഡിവൈൻ എനർജി, നിങ്ങളുടെ ഇന്നത്തെ കറൻറ്റ് സമയം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം എനർജിയിൽ ഫിനാൻസ്, കരിയർ, റിലേഷൻഷിപ്പ് എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ശ്രദ്ധയും പ്രാധാന്യവുമാണ് കേട്ടോ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ റീഡിങ്സ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങൾക്ക് വളരെ നല്ല റെസനേറ്റ് ആകുന്ന, പോസിറ്റീവ് ആകുന്ന ഒരു റീഡിങ്സ് കിട്ടാനായിട്ട് കേട്ടോ. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അഫർമേഷൻസ് എഴുതുക, റൈറ്റ് ഹീലിംഗ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. 100% ഞാൻ പറയുകയാണ്. നിങ്ങൾ എത്രത്തോളം അഫർമേഷൻസ് എഴുതാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എഴുതുക കേട്ടോ. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമുക്കുള്ളതിനെല്ലാം നമ്മൾ നന്ദി പറയുക. തീർച്ചയായിട്ടും ലൈഫ് മാറും. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ ബ്ലോക്കേജുകൾക്ക്, നിങ്ങൾക്ക് ശത്രുഭാവത്തിൽ നിൽക്കുന്നത് ആരാണെന്ന് അറിയാൻ, ബ്ലാക്ക് മാജിക്ക് പോലെ, അതായത് നെഗറ്റീവ് ആകുന്ന എന്തെങ്കിലും എനർജി നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, അതിൽ നിന്നും മറികടക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മക്കളെ കണക്റ്റ് ചെയ്തുള്ള വിവാഹമായിക്കോട്ടെ, പഠിത്തമായിക്കോട്ടെ, ജോലിയെ സംബന്ധിക്കുന്നതാവട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ടാറോ റീഡിങ്സ് എന്നുള്ളത്. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് വിശ്വാസത്തോടു കൂടി എടുക്കുക. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചില മത്സരങ്ങളെ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ ഫൈറ്റിംഗ് ചെയ്യാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഫീലിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞു പോയ പാസ്റ്റിൽ ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനും, അത് നിങ്ങളുമായിട്ട് ശക്തമാകുന്നൊരു ഫൈറ്റിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ പോലെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യാനുമുള്ളൊരു സാധ്യത കാണുന്നു. പാസ്റ്റിനെ എപ്പോഴും മറന്നു കളയുക. പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് പേപ്പറാണ്. നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങളെ തിരിച്ച് വിളിച്ച് നമ്മൾ കൂടുതൽ അതിനകത്ത് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളോ തർക്കങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു എനർജി. ശക്തമാകുന്ന ഒരു തടസ്സം, കോൺഫ്ലിക്റ്റ്, കോമ്പറ്റീഷൻ, ഇതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളിൽ പലരുടെയും എനർജിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഇന്ന് നേരിടേണ്ടി വരുന്ന ചില സ്ട്രഗിൾ എനർജി ആയിരിക്കാം. പല രൂപത്തിൽ, പല ഭാവത്തിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള എനർജിയും കാണുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനകത്ത് നമുക്കൊരു ആക്ഷൻ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഫയർ എനർജിയിലായിരിക്കണം. ഓവർ കോൺഫിഡൻസ്, എന്താ പറയുക, ആക്ഷൻ എടുക്കുന്നത് ഒന്നിലേക്കും ഇന്ന് ഓവറായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ട. അങ്ങനെ ഓവറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ് ഇന്ന് നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളെയും കണക്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് കാണുന്നത്. അതൊരു പക്ഷേ നിങ്ങൾ ഇന്നൊരു കോൺഫ്ലിക്റ്റിൽ നിലനിന്നാൽ അത് കുറേ കാലത്തേക്ക് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു എന്താ പറയുക ദുഃഖം, ഒരു പ്രോബ്ലംസ് ആയിരിക്കും. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങളൊരു തടങ്കലിൽ ഇടാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളൊരു തടവറയിൽ കിടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ എപ്പോഴും മനസ്സിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മറ്റാരെങ്കിലുമായിട്ട്, പുറമേയുള്ള ആരെങ്കിലുമായിട്ടോ വേണ്ടപ്പെട്ടവരായിട്ടോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു തടസ്സം ക്രിയേറ്റ് ചെയ്യാതിരിക്കുക.
അതുപോലെ തന്നെ നിങ്ങൾ വളരെ യുക്തിപൂർവം കാര്യങ്ങളെ ഇന്നത്തെ ദിവസം കാണുക. ക്ഷമയോടുകൂടി വീക്ഷിച്ച് എല്ലാ വശങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളൊരു തീരുമാനമെടുക്കാവുള്ളൂ. അതല്ലേ പിന്നീട് നിങ്ങൾക്ക് കഴിഞ്ഞു പോയതോർത്ത് ദുഃഖിക്കേണ്ടി വരും, ഫ്യൂച്ചറിലേക്ക് ഓർത്ത് ഭയപ്പെടേണ്ടി വരും. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസുകൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം വളരെയധികം ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. ഹയറോഫിൻ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നല്ലൊരു അഡ്വൈസ് തേടാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വഴിത്തിരിവായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു നല്ല ഗുരുവിനെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസറെ നിങ്ങൾ ഇന്ന് ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ ഉപദേശത്തിന് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥതയ്ക്ക് ഇന്ന് നിങ്ങൾക്ക് ഇടവരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു വ്യക്തിയുടെ മുന്നിൽ ഇന്ന് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിലെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ, അവസാനിപ്പിച്ചെടുക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് പറയാൻ പറ്റുന്ന, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇന്നത്തെ ദിവസം. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തകളെ എല്ലാം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. മാത്രവുമല്ല നമുക്കൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ആണ് കാണുന്നത് കേട്ടോ. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഒരു പക്ഷേ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ആകുന്ന കാര്യത്തെ ഒരു ലേഡി പ്രസൻസിൻ്റെ സാന്നിധ്യത്തിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നെല്ലാം വന്നിരിക്കുന്നത് ആക്ഷൻ കാർഡാണ്. ഫയർ എനർജിയാണ്. പുതിയ ക്രിയേറ്റിവിറ്റിയും പുതിയ തുടക്കങ്ങളും ലൈഫിൽ ഇന്നൊരു മാറ്റത്തിൻ്റെ സമയം കൂടിയായിട്ട് നമുക്ക് നിങ്ങളുടെ എനർജിയെ പറയാൻ പറ്റുന്നുണ്ട്. ക്യൂനോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെയധികം യുക്തിപൂർവ്വം കാര്യങ്ങളെ കാണണം. വൈകാരികമായിട്ട് ഇന്ന് അടിമപ്പെട്ടു പോകരുത് കേട്ടോ. ഇമോഷണലി ഒരിടത്ത് നിങ്ങൾ ഇന്നത്തെ ദിവസം വീണു പോകരുത്. അതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ, ഒരു ഹാപ്പി എനർജി, ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിജയം നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്കൊരു സക്സസ് വേണം, നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട്ണറുടെ പ്രസൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും ഒരു വിവാഹം പോലുള്ളൊരു യോഗം വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വൈകാരികമായിട്ടും അടിമപ്പെടാതെ യുക്തിപൂർവ്വം കാര്യത്തിനെ കാണുക എന്നാണ് കാണുന്നത് കേട്ടോ. ഇമോഷണലി നമ്മൾ എവിടെ ഫോക്കസ് ചെയ്താലും നമുക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? വളരെയധികം ചിന്തിച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം, യുക്തി ഉപയോഗിക്കുക എന്നതാണ് കാണുന്നത്. എന്താണെങ്കിലും മദർ എനർജിയുടെ പ്രസൻസ് മുന്നിൽ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് ഇന്ന് കാണുന്നത് കേട്ടോ. ഒരു പിടി മുന്നിലാണ് ഇന്ന് മദർ എനർജിയിലുള്ള വ്യക്തികളുടെ പൊസിഷനും അവരുടെ സിറ്റുവേഷൻസും. മദർ എനർജിയിലുള്ളവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതേ സ്ഥാനം വഹിക്കുന്നവരെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഒരു പവറുള്ള ദിവസമായിട്ടാണ് കാണുന്നത്. ആലോചിച്ച് നിങ്ങൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാം വളരെ നല്ല ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലുമാണ് ഇന്ന് ലൈഫിനെ കണക്റ്റ് ചെയ്ത് പോകാനുള്ള എല്ലാ മാർഗങ്ങളും നിലനിൽക്കുന്നത് കേട്ടോ. അത് സൺറൈസിങ് എനർജി വന്നിട്ടുണ്ട്. അത്ഭുതകരമാകുന്ന ചില മാറ്റങ്ങൾ ലൈഫിലേക്ക് വരാൻ പോകുന്നു. അതായത് കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു വിൽ പവർ എനർജി ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രശ്നങ്ങളെ നേരിടാൻ പറ്റുന്നുണ്ട്, വെല്ലുവിളികളെ നിങ്ങൾ അതിജീവിക്കാനുള്ള പവറുണ്ട്, ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ, അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു ഫീലിങ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങളെ പാസ്റ്റിലേക്കുള്ള ആ ഒരു ഫോക്കസിങ് മാറി നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് തിരിച്ചു പോകുന്നു. നിങ്ങളുടെ ലൈഫിൽ ശക്തമാകുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇമോഷണലി, അതായത് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ലാത്ത കുറേ ആൾക്കാർ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അവരെന്നെ നോക്കുന്നുണ്ടോ, അവരെന്നോട് പെരുമാറുന്നത്, അവരെന്നെ പറയുന്നത്, അവരെന്നെ എങ്ങനെയാണ് നോക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു ഭയപ്പാടോട് കൂടി നിൽക്കുന്ന ആളുകളുടെ എനർജിയിലാണ് ഈ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കുന്നത്. നിങ്ങളെ മറ്റുള്ളവർ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്കതിന് മാത്രമേ സമയമുണ്ടാവുള്ളൂ. നിങ്ങളുടെ ജീവിത വിജയമോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കഴിവോ നിങ്ങൾ പ്രയോഗിക്കേണ്ട ആയുധങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉപയോഗശൂന്യമായി പോകും. എല്ലാം തുരുമ്പെടുത്തു പോകാൻ സാധ്യത കാണുന്നുണ്ട്.
സെൽഫ് ലവ് എനർജിയിലേക്ക് വരിക. സ്നേഹം മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോയാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലാണ് എനിക്ക് കിട്ടേണ്ടതെല്ലാം ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പോയാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാനേ പറ്റൂ എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റിങ്, മറ്റുള്ളവർ പറയുന്നത് ചിന്തിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നോക്കിക്കാണുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടേതാകുന്ന കാര്യത്തിലേക്ക്, അവിടെയും ആക്ഷൻ കാർഡാണ് വന്നിരിക്കുന്നത്, ഫയർ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളവരും വിൽ പവർ എനർജിയും ഉള്ളവരാണ് ഫയർ എനർജി വരുമ്പം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ട. നിങ്ങളുടെ സമയം മാറുന്നു, നിങ്ങളുടെ ബർഡനൊക്കെ അവസാനിക്കുന്നു കേട്ടോ. നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ അകപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ, ഏതെങ്കിലും ടോക്സിക് സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ പുറത്ത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്ത്, സ്നേഹത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സ്, ഒരു വിജയം പ്രതീക്ഷിച്ചൊക്കെ ഏറ്റെടുത്ത വ്യക്തികളാണെങ്കിൽ ആ ബർഡനൊക്കെ നിങ്ങൾ ഇറക്കി വയ്ക്കുന്ന സമയമായി കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ടേക്ക് നല്ലൊരു നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആവുന്നു. നിങ്ങളുടെ പാഷനിലേക്ക്, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ടോക്സിക്കായിട്ട് ചുമന്നുകൊണ്ടിരുന്ന കുറച്ച് ബർഡൻ അവസാനിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മുകളിൽ കണ്ടതുപോലെ നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് വരിക. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ നിങ്ങളിൽ നിങ്ങളൊന്ന് സ്നേഹം കലർത്തുക. നിങ്ങൾക്ക് നിങ്ങളോടൊരു വിശ്വാസം വരുത്തുക. നിങ്ങളുടെ കഴിവ് നിങ്ങളൊന്ന് സ്വയം തിരിച്ചറിയുക എന്നതാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ ബർഡൻ ചുമക്കുന്നവർ, വേണ്ടാത്ത വയ്യാവേലി എടുത്ത് തലയിൽ വെച്ചവർ തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് ഇറക്കി വെക്കാനുള്ള ഒരു പ്ലേസ്, ഒരു സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, അതിനകത്ത് നിങ്ങൾക്കൊരു ഇൻഡിപെൻഡൻസ് എനർജിയാണ്, ഒരു ഫ്രീഡം നമുക്കിവിടെ കാണുന്നത്, ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അത് വെറും ഒരു സ്വാതന്ത്ര്യമല്ല, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അബണ്ടൻസ് ആണ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്, ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഒരു സമൃദ്ധിയാണ് നിങ്ങളെ തേടി വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇത്രയും നാളും ചുമന്ന ആ ഒരു ബർഡൻ മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഭയവും, മറ്റുള്ളവരെന്താണ് പറയുന്നത്, അല്ലെ മറ്റുള്ളവരുടെ പ്രസൻസാണ് എൻ്റെ നിലനിൽപ്പ്, എൻ്റെ ഊർജം എന്നുള്ള ചിന്തയെയും അങ്ങ് മാറ്റി വെച്ചാൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത ആ ഒരു പ്രാർത്ഥന, നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത കാര്യം അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇമാജിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നിലധികം കാര്യങ്ങളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യുക, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുകൂടി നമുക്കിവിടെ എനർജിയിൽ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു റിയൂണിയൻ പ്രസൻസ് ആയിക്കോട്ടെ, ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യത്തെ ബേസ് ചെയ്ത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ ഒരുപാട് കാര്യങ്ങളെ ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്യാതെ 1 by 1 ആയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനർജിയിൽ കാണിച്ചു തരുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസും ഒരു എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റിയൊക്കെ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നതും നിങ്ങളുടെ കരിയർ മേഖലയിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ. ഒരു പ്രൗഡായൊരു പൊസിഷനിൽ നിൽക്കാൻ പറ്റും. അതായത് ചില തകർച്ചകൾ, ചില വിജയങ്ങളാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുകയോ, നിങ്ങളൊരു നിരാശ എനർജിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു ഓർക്കാപ്പുറത്ത് ഒരു ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു വീഴ്ചയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പതർച്ച നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളൊരു മാറ്റം വരുത്തി കഴിഞ്ഞു എന്നാണ് കാണുന്നത്. ഇവിടെ കുറച്ച് ആളുകൾക്കൊരു നിരാശയുണ്ട് കേട്ടോ, വല്ലാതെ ഒരു മാനസിക വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെവിടെയോ ഒരു ട്രാപ്പ് എനർജിയിൽ നിൽപ്പുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ വിശ്വസിച്ച ഒരിടത്ത് നിന്നും നിങ്ങളെ മിസ്യൂസ് ചെയ്തിരിക്കുന്നു. ഒരു പക്ഷേ അത് ഫിനാൻഷ്യൽ കൊടുക്കൽ വാങ്ങലിലാവാം, പ്രണയബന്ധത്തിലാവാം, അല്ലെങ്കിൽ എന്തോ ഒരു പക്ഷേ ഒരു വീടിനെ, നിങ്ങളൊരു സ്വപ്ന ഭവനത്തിനെ സംബന്ധിച്ചുള്ള കാര്യത്തിലാവാം,
അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടിയതോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചതിൻ്റെ ഫലമായിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൊസിഷനിലേക്ക് ഒരു നല്ലൊരു സ്ഥാനം ലഭിക്കേണ്ടടുത്താവാം. നിങ്ങൾ എവിടെയോ ഒരു ട്രാപ്പ് എനർജിയിൽ പെട്ട് വളരെ നിരാശപ്പെട്ട് ആരോടും ഷെയർ ചെയ്യാൻ വയ്യാതെ മനസ്സ് വല്ലാതെ പതറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. അതൊരു വിധിയാണ് കേട്ടോ. ഒരു പക്ഷേ അതൊരു കർമ്മ എനർജി ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഒരു പ്രസൻസ് ആണ് നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന ആ ഒരു നിരാശ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നിസ്സഹായതയുടെ ഒരു ഫീലിങ്സ് കാണുന്നത്. അതായത് ഒരുപാട് ഇമോഷൻസ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു ഒഴുകി പുറത്തേക്ക് പോയ പോലെ, നിങ്ങൾക്ക് ഗുണം ചെയ്യാതെ പോയ പോലത്തെ ഒരു ഫീലിങ്സ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ഏത് രീതിയിൽ ചീറ്റിംഗ് ചെയ്യപ്പെട്ടാലും നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരണം. കാരണം ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. അതൊക്കെ അങ്ങനെ സംഭവിക്കേണ്ടതാണ്. കാരണം നമ്മളിതൊന്നും വന്നപ്പോൾ കൊണ്ടുവന്നതുമല്ല, പോകുമ്പം കൊണ്ടുപോകുന്നതുമില്ല. അപ്പോൾ ഈ ഒരു കുറച്ച് ടൈമിൽ ഇവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യത്തെയും ഒരു രസകരമായിട്ടൊന്ന് ചിന്തിക്കുക. സാമ്പത്തികമാണെങ്കിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങളിൽ നിന്ന് പോകുന്നതിൻ്റെ 100 ഇരട്ടി നിങ്ങളിലേക്ക് തിരിച്ചു വരും. എങ്ങനെ? നിങ്ങൾ ആ ഒരു പോയതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ശപിച്ചും പ്രാഗിയും കരഞ്ഞു ഇരുന്നാൽ നിങ്ങൾക്ക് തിരിച്ചു വരികയുമില്ല, നിങ്ങളുടെ കയ്യിലുള്ളതും കൂടി കയ്യിൽ നിന്ന് പോകും. അപ്പം നമ്മൾ 10 രൂപയ്ക്ക് ഒരാൾ പറ്റിച്ചാലും ഇനി 1 ലക്ഷം രൂപയ്ക്ക് ഒരാൾ വഞ്ചിച്ചാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്, നിങ്ങൾ ഹാപ്പിനെസ്സോടു കൂടി അനുഗ്രഹത്തോടു കൂടി പറയുക, അത് പൊയ്ക്കോട്ടെ, എൻ്റെ ഏറ്റവും വലിയൊരു കർമ്മ, ഒരു ബാഡ് കർമ്മ അതോടെ അവസാനിച്ചു. നിങ്ങൾ മനസ്സുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്കതിന് സാധിക്കണം. നമ്മളങ്ങനെ ക്രിയേറ്റ് ചെയ്യണം മനസ്സിനെ. 100% ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിലേക്ക് പോയതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും, നിങ്ങളുടെ മൈൻഡ് കറക്റ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ ആ ഒരു നിരാശയിൽ നിൽക്കാതെ സെൽഫ് ലവ് എനർജി പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾ സ്നേഹിക്കുക. നമ്മളെപ്പോഴും മറ്റുള്ളവരോട് നമ്മുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യുന്നതിലും നമ്മളോട് തന്നെ സ്വയം സംസാരിക്കുന്നതിന് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളോട് നമ്മൾ സ്വയം സംസാരിക്കുക. 2 വ്യക്തികളായിട്ട് നിന്ന് നല്ലതും ചീത്തയും നമ്മുടെ ദുഃഖവും അതിനോടൊപ്പം തന്നെ നല്ലൊരു നന്മയും പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് തന്നെ നമ്മുടെ ലൈഫിലെ വലിയൊരു മാറ്റമാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കേട്ടോ. നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഫോക്കസ് ചെയ്തൊരു കാര്യം വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, ഈ വരുന്ന നെക്സ്റ്റ് മാസങ്ങൾക്കുള്ളിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അതായത് നിങ്ങൾക്ക് അർഹതയുള്ളതാണ്, നിങ്ങൾക്കതിന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ആ ഒരു പ്ലാൻ, ആ ഒരു സ്വപ്നം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സമാധാനപരമായി ചിന്തിക്കുക, തീരുമാനമെടുക്കുക. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഡിലേ ആണ്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ വല്ലാതെ ഒരു ഒരു മാനസിക വിഷമത്തിൽ അനുഭവിക്കുകയാണ്, എടുത്തുചാട്ടമായി പോയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന വളരെ മോശം ഒരു സിറ്റുവേഷൻസിൽ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് നിങ്ങൾ പതറി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതെന്ത് കാര്യമാണെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഹൈഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത വിധം ഹൈഡ് ചെയ്തുകൂടി നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ സ്വയം നിങ്ങൾ ഉരുകി തീരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ഡിസിഷൻ, അതെന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഡിവൈൻ നൽകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനപരമായി തീരുമാനമെടുക്കുക. ഇനി അങ്ങോട്ടേക്ക് ആ കാര്യത്തിൽ ഒരു എടുത്തുചാട്ടമൊന്നും വേണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യുക, നല്ല പോലെ ആലോചിക്കുക കേട്ടോ. ഡെത്ത് എനർജി വന്നിട്ടുണ്ട്. അത് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി എന്ന് വേണേലും നമുക്ക് പറയാം കേട്ടോ. റൂട്ട് ചക്രയുടെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ആസ്ക് യുവർ ഏഞ്ചൽസ്. നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ, റൂട്ട് ചക്ര ബ്ലോക്കേജിൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും ഒരു ജസ്റ്റിസ് എനർജിയിലുള്ളവരാണ്. അതായത് കാര്യങ്ങളെ വളരെ ജഡ്ജ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എനർജിയുള്ള വ്യക്തികളാണ്. അതായത് മുഖത്ത് നോക്കി ആരോടും പറയേണ്ട കാര്യം പറയും, ഭയമില്ലാത്തവർ. അപ്പോൾ അങ്ങനെയുള്ള എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ലൈഫിൽ തോന്നിക്കുന്നുണ്ടെങ്കിൽ, ഒരു തടസ്സം തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് റൂട്ട് ചക്ര ബ്ലോക്കേജ് ആണ്. ഹൈന്ദവ വിശ്വാസപ്രകാരമൊക്കെ ആണെങ്കിൽ റൂട്ട് ചക്ര ബ്ലോക്കേജ് എന്ന് പറയുന്നത്
നമ്മുടെ ഗണപതി ഭഗവാന് വഴിപാട് കാര്യങ്ങൾ കഴിക്കുകയും ഗണപതി സ്തുതികൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്, മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് ആക്റ്റീവായി വരും. പിന്നെ ചില യോഗാസുകൾ ചെയ്യുന്നത് നല്ലതാണ്. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ്. കുറച്ച് ടൈം ഒന്ന് പ്രാർത്ഥിക്കുക, ഏഞ്ചൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ. യെസ് എന്നൊരു എനർജി വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു നിരാശയുടെ ഒരു കാർഡ് വന്നില്ലായിരുന്നു ഏറ്റവും ലാസ്റ്റ്. നിങ്ങളൊരു ട്രാപ്പ് എനർജിയിൽ പെട്ട്, അതായത് നിങ്ങൾ വിശ്വസിച്ചെടുത്ത് നിങ്ങൾക്കൊരു ചീറ്റിംഗ് ലഭിച്ച ഒരു എനർജീനെ ബേസ് ചെയ്തുള്ളതാണ് കേട്ടോ. നിങ്ങളതൊന്ന് ബാലൻസ് ആവണം കേട്ടോ. ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ, ആ നഷ്ടമായിക്കോട്ടെ, ഏത് രീതിയിലുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ, നിങ്ങൾ ഇമോഷണലി തകർന്ന് നിൽക്കുന്ന ഈ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരണം. തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് തന്നെ റൈറ്റ് ഹീലിംഗ് ചെയ്യുക. ഈ നിമിഷം തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാൻ ഒരു പേപ്പർ എടുക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങൾ പറയാനുള്ളത് എന്തൊക്കെ ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇനി മോശം ഭാഷ പറയേണ്ട വന്നാൽ അതുകൂടി പറഞ്ഞ് എഴുതി കത്തിച്ചങ്ങ് കളയുക. റൈറ്റ് ഹീലിംഗ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ എഴുതി സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. അഫർമേഷൻസ് എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. അതവിടെ ഇരുന്നോട്ടെ. അതൊരു എനർജിയാണ്, പവർഫുള്ളായൊരു എനർജിയാണ്, നമുക്ക് വേണ്ട കാര്യമാണ്. അതവിടെ ഇരുന്നിങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് അതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരുന്നോളും അഫർമേഷൻസ് കേട്ടോ. റൈറ്റ് ഹീലിങ് എഴുതി കത്തിച്ച് കളയണം. അത് നമ്മൾ ഹീലാവാനാണ് കേട്ടോ. എഴുതി കത്തിച്ച് ഫ്രഷ് ആവുക. അത് പ്രപഞ്ചം ഏറ്റെടുത്തോളും. നമ്മൾ ആരോടും പകരം വീട്ടാനോ പ്രതികരിക്കാനോ പോകണ്ട. അതെല്ലാം പ്രകൃതി അതിൻ്റേതായ സമയത്ത് അതിൻ്റേതായ രീതിയിൽ അതിനുള്ള പരിഹാരം കണ്ടോളൂ കേട്ടോ.